ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 6 ഡോട്ട്സ് എന്നുള്ള പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ബാക്കി നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും ആവശ്യമുണ്ടെങ്കിൽ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ളൊരു ഭാഗം തന്നിട്ടുണ്ട്, അത് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഇൻഫെക്ഷൻ സ്പ്രെഡ് ടു മൈ അതർ ഐ അൻറ്റിൽ ഐ കുഡ് സീ നത്തിങ് അറ്റ് ഓൾ. അപ്പോൾ ഇൻഫെക്ഷൻസ് എൻ്റെ മറ്റേ കണ്ണിലേക്കും സ്പ്രെഡ് ചെയ്തു. ഏതുവരെ? എനിക്ക് കാണാൻ കഴിയാത്ത അത്രയും വരെ, അഥവാ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച പോയി എന്ന് അർത്ഥം. നോ ട്രീസ് ഓർ സ്പാരോസ്, നോ ഫേസസ്, നോ ലോസ് ഓഫ് സ്പ്രെഡ്. അപ്പോൾ എന്താണ്? എനിക്ക് ട്രീസോ സ്പാരോസോ ഒന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഫേസ് അതുപോലെ തന്നെ ലോസ് ഓഫ് ബ്രെഡ് ഇതൊന്നും എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ തോട്ട്സ് ദാറ്റ് പാസ്ഡ് ത്രൂ ലൂയിസ് മൈൻഡ് വെൻ ഹി ലോസ്റ്റ് ഹിസ് ഐസൈറ്റ്. അപ്പോൾ ലൂയിസിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ എന്തൊക്കെയായിരിക്കും ലൂയിസ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഹൗ ക്യാൻ ഐ റീഡ്? ഞാൻ ഇനി എങ്ങനെ വായിക്കും? ഐ കനോട്ട് സീ മൈ പാരൻസ്, എനിക്ക് എൻ്റെ പാരൻസിനെ കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ എന്തൊക്കെ ചിന്തിക്കും? ഹൗ ഐ വിൽ ഗോ ടു സ്കൂൾ, ഞാൻ എങ്ങനെ സ്കൂളിൽ പോകും? വിൽ ഐ ക്യാൻ പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനായിട്ട് ഇനി കളിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും അല്ലേ. അപ്പോൾ ആ രണ്ട് തോട്ട്സ് നമുക്ക് അവിടെ എഴുതി കൊടുക്കണം. ഇനി ഇതിലെ ബി ആക്ടിവിറ്റി, റൈറ്റ് ലൂയിസ് തോട്ട്സ് ഇൻ എ പാരഗ്രാഫ്. ഇപ്പോൾ നമ്മൾ എഴുതിയത് ലൂയിസിൻ്റെ തോട്ട്സ് 2 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് അല്ലേ. ഇനി അതൊക്കെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതി കൊടുക്കണം. ഐ വണ്ടർ ഹൗ ഐ, ഞാൻ അത്ഭുതപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ ആകെ ഇതിലാണ്, വണ്ടറായിട്ട് ഇരിക്കുകയാണ്. ഹൗ ഐ, ഞാൻ എങ്ങനെ, ക്യാൻ റീഡ് വിത്തൗട്ട് മൈ ഐസ്, എൻ്റെ കണ്ണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇനി വായിക്കുക? ഐ കനോട്ട് സീ മൈ പാരൻസ് ഫേസ് ഓർ ദ വേൾഡ് ഔട്ട്സൈഡ് മൈ വിൻഡോ, എൻ്റെ ജനലിൻ്റെ പുറത്തേക്കുള്ള എൻ്റെ ലോകത്തിനെ എനിക്ക് കാണാനോ എൻ്റെ പാരൻസിൻ്റെ ഫേസ് എനിക്ക് കാണാനോ ഒന്നും പറ്റില്ല. വിൽ ഐ എവർ വാക്ക് അലോൺ വിത്തൗട്ട് സ്റ്റംബ്ലിംഗ് ഓഫ് ഫിയർ, മാത്രമല്ല എനിക്ക് പേടി കൂടാതെ അല്ലെങ്കിൽ തപ്പി തടയാതെ എനിക്കിനി നടക്കാൻ വേണ്ടി പറ്റുമോ? വൈ ഡിഡ് ദിസ് ഹാപ്പൻ ടു മീ, എന്തുകൊണ്ടാണ് ഇത് എനിക്ക് സംഭവിച്ചത്? വൈ ഡിഡ് ദ ലൈറ്റ് വാനിഷ് ഫ്രം ലൈഫ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ലൈറ്റ് ഇല്ലാതായത്? എവറിത്തിങ് ഫീൽസ് ലോസ്റ്റ് but maybe there is still a way to learn, to explore and to hope. എന്താണ്? എനിക്കെല്ലാം നഷ്ടമായി എന്നുള്ള ഒരു ഫീലാണ് എനിക്കുള്ളത്. പക്ഷേ എനിക്ക് ഇനിയും പഠിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും, എനിക്ക് പ്രതീക്ഷയുടെ എന്തെങ്കിലുമൊക്കെ എൻ്റെ മുന്നിൽ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നൊക്കെയാവും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ലൂയിസിൻ്റെ ചിന്ത, ഒരു തോട്ട്സ്, ഒരു പാരഗ്രാഫ് പോലെ ഇവിടെ എഴുതുകയാണ് നമ്മൾ വേണ്ടത്. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി, അറ്റ് ദ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എ ഗൈഡ് ലെഡ് ലൂയിസ് ടു ദ സ്കൂൾ ലൈബ്രറി. അപ്പോൾ ആ ബ്ലൈൻഡ് സ്കൂളിൽ ഒരാളെന്താണ് ലൂയിസിനെ ലൈബ്രറിയിലേക്ക് വഴി കാണിക്കുകയാണ്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ഹൗ വിഷ്വലി ചലഞ്ചഡ് ചിൽഡ്രൻ ഇൻ യുവർ സ്കൂൾ ക്യാൻ ബി ഗൈഡഡ് ടു ഫൈൻഡ് ദെയർ വേ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതേപോലെ ഒരു വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഒരു ലൈബ്രറിയിലേക്ക് വഴി കാണിക്കുന്നത്? നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുക. റൈറ്റ് ഡൗൺ ദ ഡയറക്ഷൻ, എന്നിട്ട് ആ ഡയറക്ഷൻ ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? ഗോ സ്ട്രേറ്റ് ഫ്രം ദ ഗേറ്റ്, ഗേറ്റിൽ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് നേരെ പോവുക. ആൻഡ് വാക്ക് സ്ട്രേറ്റ് ഹെഡ്, എന്നിട്ട് നേരെ പോയിട്ട് എത്തുക. വെൻ യു റീച്ച് ദ ഫസ്റ്റ് കോർണർ ടേൺ ലെഫ്റ്റ്, എന്നിട്ട് നീ ഫസ്റ്റ് കോർണറിൽ എത്തുമ്പോൾ അവിടെ നിന്നും ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക, തിരിയുക. കീപ് വാക്കിംഗ് സ്ട്രെയിറ്റ് ആൻഡ് ഫീൽ ദ വാൾ ഓൺ യുവർ റൈറ്റ്. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് വാൾ എപ്പോഴാണോ നിൻ്റെ റൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, വെൻ യു ഹിയർ ദ ഫൗണ്ടെയിൻ സ്റ്റോപ്പ്, അവിടെ നിനക്കൊരു ഫൗണ്ടെയിൻ കാണാൻ വേണ്ടി പറ്റും, അവിടെ നീ നിൽക്കുക. ആഫ്റ്റർ ദ ഫൗണ്ടെയിൻ ടേൺ റൈറ്റ്, ആ ഫൗണ്ടെയിനിൽ എത്തിക്കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിയുക. വാക്ക് അൺടിൽ യു ഫീൽ ദ ഡോർ ഫ്രെയിം ഓഫ് ദ ലൈബ്രറി ഇൻസൈഡ് ദ ലൈബ്രറി. യൂസ് യുവർ കെയിൻ ടു ചെക്ക് എനിത്തിങ് ഇൻ യുവർ വേ. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ നിന്നിട്ടും നീ ഒരു ഡോർ ഫ്രെയിമിൽ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈബ്രറിയുടെ ഡോർ ഫ്രെയിമിലേക്ക് എത്തും. എന്നിട്ട് ലൈബ്രറിയുടെ ഉള്ളിലേക്ക് കിടക്കുക. നിൻ്റെ ആ ഒരു കെയിൻ വെച്ചുകൊണ്ട് നിനക്ക് എന്താണോ വേണ്ടത് അത് നിൻ്റേതായ രീതിയിൽ നീ ഒന്ന് തിരയുക. ഓക്കെ, ഫീൽ ദ വാൾസ് ടു ഫൈൻഡ് ദ ബുക്ക് ഷെൽഫ് ഓർ ഡെസ്ക്. മാത്രമല്ല അവിടെ ബുക്ക് ഷെൽഫും ഡെസ്കും ഒക്കെ നിനക്ക് അവിടെ ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ലൈബ്രറിയിലേക്ക് പോകേണ്ടത് എന്നതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ഡയറക്ഷനാണ് എഴുതേണ്ടത്. തേർഡ് ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്നുള്ള സെൻറ്റൻസ് വായിക്കാം. ആൻഡ് സ്റ്റോറി
ഐ എം സോറി ബട്ട് ഐ ഡിഡിൻറ്റ് വോണ്ട് പീപ്പിൾ ടു ഫീൽ സോറി ഫോർ മീ. എന്താണ് ഐ എം സോറി എന്ന് പറയുകയാണ്. അപ്പോൾ പറയുകയാണ് എനിക്ക് ആളുകളുടെ സോറി ഒന്നും ആവശ്യമില്ല എന്ന് പറയാണ്. ഡിഡ് യു നോട്ടീസ് എനി വേർഡ് വിത്ത് ദ അപ്പോസ്ട്രോഫി ഹിയർ? ഇവിടെ അപ്പോസ്ട്രോഫി നമ്മൾ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കില്ലേ, അതിനെയാണ് താഴെ നമ്മൾ ഇടുമ്പോൾ അതിനെ കോമ എന്ന് പറയും, മേലെ ഇടുമ്പോൾ നമ്മളതിനെ അപ്പോസ്ട്രോഫി എന്ന് പറയും. അപ്പോൾ അപ്പോസ്ട്രോഫി ഇട്ട് ഏതെങ്കിലും വേർഡ് ഇവിടെ കണ്ടിട്ടുണ്ടോ? ഫസ്റ്റ് വണ്ണിൽ നോക്കൂ ആം എന്നുള്ളത് അല്ലേ, സെക്കൻഡ് വണ്ണിൽ ഡിഡിൻറ്റ് എന്നുള്ളത്. ക്യാൻ യു അണ്ടർലൈൻ സച്ച് വേർഡ്സ്? ആ വേർഡ്സ് ഒക്കെ നിങ്ങൾ എടുത്തൊന്ന് അണ്ടർലൈൻ ചെയ്യാനാണ് പറയുന്നത്. ആം ഇൻ ദ ഷോർട്ട് ഫോം ഓഫ് ഐ ആം. എന്താണ് ആം എന്ന് പറയുന്നത് ഐ ആം എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഡിഡിൻറ്റ് ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് ഡിഡ് നോട്ട്. ഡിഡിൻറ്റ് എന്ന് പറയുന്നത് ഡിഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ദേ ആർ കോൾഡ് കോൺട്രാക്റ്റഡ് ഫോംസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കോൺട്രാക്റ്റഡ് ഫോംസ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റഡ് ഫോംസ് ആർ ഷോർട്ടൻഡ് വേ ഓഫ് റൈറ്റിംഗ് ടു വേർഡ്സ് ടുഗെദർ. അഥവാ എന്താണ് ഷോർട്ടായിട്ട് അതിനെ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ച് എഴുതുന്നതിനെയാണ് കോൺട്രാക്റ്റഡ് ഫോംസ് എന്ന് പറയുക. വി യൂസ് ആൻ അപ്പോസ്ട്രോഫി ടു റീപ്ലേസ് ദ മിസ്സിംഗ് ലെറ്റർ ഓർ ലെറ്റേഴ്സ്. അവിടെ നമ്മൾ ലെറ്റേഴ്സോ അല്ലെങ്കിൽ ലെറ്ററോ മിസ്സായിട്ടുണ്ടെങ്കിൽ അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോസ്ട്രോഫിയാണ് നമ്മൾ ഇടാറുള്ളത്. ദെൻ ചോദ്യം, now let's read the story again. Find out sentences with contracted forms and write them in space provided. നിങ്ങൾ സ്റ്റോറി ഒന്നും കൂടെ വായിച്ചിൽ അതിൽ ഇതുപോലെ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് അല്ലെങ്കിൽ കോൺട്രാക്റ്റഡ് ഫോംസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യു ആർ ടു കെയർലെസ് ലൂയിസ് പപ്പ ക്രൈഡ് ഇൻ ഡിസ്ട്രസ് എന്നുള്ളിടത്ത് അവിടെ എന്താണ് യു ആർ എന്നുള്ളതാണ്. അവിടെ യു ആർ എന്ന് പറയുന്നത് യു ആർ എന്നുള്ള രണ്ട് വേർഡാണ്. ഐ കുഡിൻറ്റ് കീപ് ദം എവേ അവിടെ എന്താണ് കുഡിൻറ്റ് എന്ന് പറയുന്നത് കുഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. ഐ ഡിഡിൻറ്റ് മീൻ ടു മേക്ക് തിങ്സ് വേഴ്സ് എന്നുള്ളിടത്ത് ഡിഡിൻറ്റ് എന്ന് പറയുന്നത് ഡിഡ് നോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഈ മൂന്നെണ്ണം നിങ്ങൾ അവിടെ ജസ്റ്റ് എഴുതിയാൽ മതി. ബി ചോദ്യം, നീനു ഈസ് ലുക്കിംഗ് ഫോർ വേർഡ്സ് ദാറ്റ് ക്യാൻ ബി കോൺട്രാക്റ്റഡ് ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. താഴെയുള്ള സെൻറ്റൻസിൽ കോൺട്രാക്റ്റഡ് ഫോംസ് വെച്ചുകൊണ്ട് എഴുതാൻ വേണ്ടി നീനു ശ്രമിക്കുകയാണ്. ക്യാൻ യു ഹെൽപ്പ് ഹെർ ഫൈൻഡ് ദം? അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യോ. ആൻഡ് റൈറ്റ് ദം ബിലോ, അത് താഴെ എഴുതി കൊടുക്കുകയും വേണം. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു, ഒരെണ്ണം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ടുമോറോ ദേ വിൽ ഗോ ഓൺ ഹോളിഡേ, നാളെ അവർ ഹോളിഡേക്ക് പോകും. അവിടെ എന്താണ് ദേ വിൽ എന്നതിനെ നമുക്ക് ഷോർട്ടാക്കിയിട്ട് എഴുതാം. ടുമോറോ ദേ വിൽ ഗോ ഓൺ ഹോളിഡേ എന്നുള്ളതാക്കി എഴുതാം. നെക്സ്റ്റ് വൺ, ആസ് പ്ലാൻഡ് വി ആർ ഗോയിങ് ടു ദ ബീച്ച് ഇൻ ദ ഈവനിങ്. എന്താണ് പ്ലാൻ ചെയ്ത പോലെ ഞങ്ങൾ ഇന്നലെ ഈവനിലേക്ക് പോകും. ഓക്കെ, അവിടെ എന്താണ് വി ആർ എന്നുള്ളിടത്ത് വി ആർ എന്ന് ഇങ്ങനെയും എഴുതാം. വി എന്ന് എഴുതിയിട്ട് അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ആർ ഇ എന്ന് എഴുതി കൊടുത്താലും മതി. The children were excited. They had never seen such a beautiful festival. കുട്ടികളെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ്. അവർ ഇതുപോലെയുള്ള ഒരു ഫെസ്റ്റിവൽ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫെസ്റ്റിവൽ ഇതുവരെയും കണ്ടിട്ടില്ലായിരുന്നു. അവിടെ ദ ഹാഡ് എന്നുള്ളിടത്ത് ദെഡ് എന്നായിട്ട് എഴുതാം. ദേ എഴുതിയിട്ട് അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഡി എന്ന് എഴുതി കൊടുത്താൽ മതി. ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു വിസിറ്റ് ദ ബാക്ക് വാട്ടേഴ്സ്. എന്താണ് എനിക്ക് എപ്പോഴും ബാക്ക് വാട്ടേഴ്സ് വിസിറ്റ് ചെയ്യണമായിരുന്നു. അവിടെ ഐ ഹാവ് എന്നുള്ളിടത്ത് ഇതേപോലെ ഐ എന്ന് എഴുതിയിട്ട് അപ്പോസ്ട്രോഫി ഇട്ട് വി ഇ എന്ന് എഴുതി കൊടുത്താൽ മതി. വെർ ഈസ് ദ സ്കൂൾ ലൊക്കേറ്റഡ്? എവിടെയാണ് സ്കൂള് സ്ഥിതി ചെയ്യുന്നത്? അവിടെ വേർ ഈസ് എന്നുള്ളിടത്ത് വേഴ്സ് എന്നാക്കിയിട്ട് എഴുതാം. വേഴ്സ് ദ സ്കൂൾ ലൊക്കേറ്റഡ് എന്നാക്കിയിട്ട് മാറ്റി എഴുതാം. നെക്സ്റ്റ് വൺ, ഡോക്ടർ പിഗ്നിയർ ഇൻട്രൊഡ്യൂസ് എ ന്യൂ പാറ്റേൺ ഓഫ് കോഡ്സ്. അവിടെ നമുക്കറിയാം ആ ഒരു സ്റ്റോറിയിൽ പറയുന്നുണ്ട് ഡോക്ടർ പിഗ്നിയർ എന്താണ് ഒരു പുതിയ കോഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു അല്ലേ. ലൂയിസ് കുഡ് റീഡ് ദ മെസ്സേജ് ബൈ ടച്ച്, ഹി ഫെൽറ്റ് എക്സൈറ്റഡ്. അപ്പോൾ ലൂയിസിനെ തൊട്ടിട്ട് വായിച്ചപ്പോൾ വളരെയധികം എക്സൈറ്റ്മെൻറ്റ് തോന്നുകയാണ്. ഇമാജിൻ ദാറ്റ് ലൂയിസ് വെർ ലിവിങ് ഇൻ അവർ ടൈംസ്, ഹി റേഞ്ച് അപ്പ് ഹിസ് ഫാദർ അറ്റ് നൈറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ലൂയിസ് ഇന്നാണ് ഇപ്പോൾ നമ്മുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്ന്. അപ്പോൾ ലൂയിസും ഫാദറും കൂടി എന്തായാലും രാത്രിയിൽ ഇതിനെക്കുറിച്ച് പറയൂ അല്ലേ. റൈറ്റ് എ പോസിബിൾ ടെലിഫോണിക് കോൺവെർസേഷൻ ബിറ്റ്വീൻ ലൂയിസ് ആൻഡ് ഹിസ് ഫാദർ. അപ്പോൾ ലൂയിസും ഫാദറും തമ്മിലുള്ള ഒരു ടെലിഫോണിക് കോൺവെർസേഷനാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒരെണ്ണം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഫാദർ ചോദിക്കുകയാണ്, ഹായ് ലൂയിസ്, ഇസ് പ്രിറ്റി ലൈറ്റ്, വാട്ട്സ് ഗോയിങ് ഓൺ? നല്ല ലേറ്റ് ആയാലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുക. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഡാഡ്, ഐ ജസ്റ്റ് ഹാഡ് ടു ടെൽ യു സംതിങ് അമേസിങ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം പറയാൻ വേണ്ടി പോവുകയാണ്.
ഫാദർ റിയലി ടെൽ മീ. ആ ശരിക്കും നീ പറയും. ലൂയിസ്, ഡോക്ടർ പിഗ്നിയർ ഷോഡ് ആസ് എ ന്യൂ പാറ്റേൺ ഓഫ് കോഡ്സ് ടുഡേ. ഐ കുഡ് റീഡ് ദ മെസ്സേജ് ബൈ ടച്ചിങ് ദ ഡോട്ട്സ്. അപ്പോൾ ഇന്ന് ഡോക്ടർ പിഗ്നിയർ ഞങ്ങൾക്കൊരു ന്യൂ പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാണിച്ചു തന്നു. അത് വെച്ചുകൊണ്ട് ഞാൻ ആ മെസ്സേജ് തൊട്ടിട്ട് വായിച്ചു എന്നാണ് പറയുന്നത്. ഫാദർ, ദാറ്റ്സ് ഗ്രേറ്റ്. ഹൗ ഡിഡ് ഇറ്റ് ഫീൽ? ഓ ഇത് നല്ല സംഭവമാണല്ലോ, നിനക്ക് എന്താ ഫീൽ ചെയ്തത്? ലൂയിസ്, ഇറ്റ് വാസ് എക്സൈറ്റിംഗ്. വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ഐ അണ്ടർസ്റ്റുഡ് ദ മെസ്സേജ് ആൻഡ് റീഡ് ഇറ്റ് ഫാസ്റ്റ്. എനിക്ക് ആ മെസ്സേജ് മനസ്സിലാവുകയും ഞാൻ വളരെ വേഗം വായിക്കുകയും ചെയ്തു. ഫാദർ, ഐ ആം പ്രൗഡ് ഓഫ് യു സൺ. ഞാൻ നിന്നെ അഭിമാനിക്കുന്നു. യു ആർ മെയ്ഡ് എ ലോട്ട് ഓഫ് പ്രോഗ്രസ്. നിനക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ലൂയിസ്, താങ്ക്സ് ഡാഡ്. ഐ ഫീൽ ഹോപ്പ്ഫുൾ നൗ. എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ട് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഫാദറും ലൂയിസും നടക്കാനിടയുള്ള ഒരു കോൺവെർസേഷൻ ആണ് അല്ലേ. ഫിഫ്ത്ത് വൺ, ഹിയർ ഈസ് എ ന്യൂസ് പേപ്പർ ദാറ്റ് അപ്പിയർ ഇൻ വൺ ഓഫ് ദ ന്യൂസ് ഡെയിലീസ്. റീഡ് ഇറ്റ് കെയർഫുള്ളി. ഇവിടെ ഒരു ന്യൂസാണ് തന്നിട്ടുള്ളത്. ഇത് നമ്മളെടുത്ത് വായിക്കണം. എന്താണ്? ബ്രെയിലീസ് ബ്രേക്ക് ത്രൂ എ ന്യൂ ആൽഫബറ്റ് ഫോർ ദ വിഷ്വലി ചലഞ്ചഡ് സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ്. അപ്പോൾ ബ്രെയിലീസ് എന്താണ് പൊട്ടിച്ചെടുത്തു, എന്തോ ഒരു പുതിയ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ന്യൂ ആൽഫബറ്റ്സ് കൊണ്ടുവന്നു. Paris, 10th January, Louis Braille, a 15 years old student at the Royal School for the Blind in Paris, has created a new alphabet to help visually challenged people. The alphabet uses raised dots that can be felt by fingers. അപ്പോൾ ജനുവരി 10 പാരീസ് ആണ്. 15 വയസ്സുള്ള ലൂയിസ് ബ്രെയിൽ എന്ന് പറയുന്ന റോയൽ സ്കൂൾ ഫോർ ബ്ലൈൻഡ് പാരീസിലെ കുട്ടിയാണ്. അവൻ ഒരു പുതിയ ആൽഫബറ്റ് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആൽഫബറ്റ്സ് ഫിംഗേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവിടെ എന്താണ് ഒരു ഡോട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. ദ ആൽഫബറ്റ് ഈസ് ഈസി ആൻഡ് ക്വിക്ക് ടു റീഡ് ആൻഡ് റൈറ്റ്. ഇത് വളരെ ഈസി ആയിട്ട് റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ചേഞ്ച് ദ ലീവ്സ് ഓഫ് വിഷ്വലി ചലഞ്ചഡ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. ലോകത്തിന് ചുറ്റുമുള്ള വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത് ഒരു വലിയ മാറ്റം തന്നെ ഇതിലൂടെ ഉണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഹാസ് ഓൾറെഡി ബിക്കം പോപ്പുലർ ഇൻ ദ സിറ്റി. സിറ്റിയിലൊക്കെ ഇത് വളരെയധികം പോപ്പുലർ ആയിട്ടുണ്ട്. ഐ വാണ്ടഡ് to help visually challenged people read and write like everyone else. This is just the beginning. Louis told newsman by Paris. അപ്പോൾ പാരീസിലെ ആ ഒരു ന്യൂസ്മെൻറ്റിനോട് പറയാണ്, എനിക്ക് മറ്റുള്ളവരെ പോലെ തന്നെ വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് വായിക്കുകയും എഴുതുകയും ഒക്കെ വേണമെന്ന് അതിനു വേണ്ടി സഹായിക്കുന്ന ഒന്നാണിതെന്ന് പറയാണ്. ദെൻ വാട്ട് ഡസ് ദ ന്യൂസ് റിപ്പോർട്ട് ടെൽ യു? ഇനി ന്യൂസ് പേപ്പർ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് കണ്ടെത്തണം. ഫസ്റ്റ് വൺ, വാട്ട് വാസ് ദ ഇൻവെൻഷൻ? എന്ത് ഇൻവെൻഷനാണ് ഇവിടെ പറയുന്നത്? എ ന്യൂ ആൽഫബറ്റ് യൂസിങ് റൈസ്ഡ് ഡോട്ട് ഫോർ ദ വിഷ്വലി ചലഞ്ചഡ് എന്നുള്ളതാണ്. ബി ചോദ്യം, ഹൂ ഇൻവെൻറ്റഡ് ഇറ്റ്? ഇത് ആരാണ് കണ്ടുപിടിച്ചത്? ലൂയിസ് ബ്രെയിലി. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വേർ വാസ് ഇറ്റ് ഇൻവെൻറ്റഡ്? ഇത് എവിടെയാണ് ഇൻവെൻറ്റ് ചെയ്തത്? അറ്റ് ദ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ഇൻ പാരീസ്. ദെൻ ഫോർത്ത് വൺ, വൈ ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്? ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയത്? ഇറ്റ് ഹെൽപ്സ് വിഷ്വലി ചലഞ്ചഡ് പീപ്പിൾ റീഡ് ആൻഡ് റൈറ്റ് യൂസിങ് ദയർ സെൻസ് ഓഫ് ടച്ച്. അപ്പോൾ തൊട്ടുകൊണ്ട് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകൾക്ക് എഴുതാനും വായിക്കാനും സഹായകമാകും. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Sixth activity, imagine you are going to visit Louis Braille. What would you ask him about his inspiration, challenges and influence of his invention? നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ ലൂയിസ് ബ്രെയിലിനെ കാണുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാൻ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ചലഞ്ച്, ഇൻഫ്ലുവൻസ് ഇതൊക്കെ അല്ലെങ്കിൽ ഇൻവെൻഷൻ ഇതൊക്കെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ നിങ്ങൾ ചോദിക്കും? റൈറ്റ് ഡൗൺ എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ടു ആസ്ക് ഹിം. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ എഴുതണം. ഫസ്റ്റ് വൺ അവിടെ കൊടുത്തിട്ടുണ്ട്, വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് യുവർ ഇൻവെൻഷൻ? നിങ്ങളെ ഈ കണ്ടുപിടുത്തത്തിന് പുറകിലുള്ള ആ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ചലഞ്ചസ് ഡിഡ് യു ഫേസ് വൈ ഡെവലപ്പിംഗ് ദ ബ്രെയിലി സിസ്റ്റം? ഈ ഒരു ബ്രെയിലി സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ വെല്ലുവിളികൾ ഫേസ് ചെയ്തിട്ടുണ്ട്? ഹൗ ഡിഡ് പീപ്പിൾ റിയാക്ട് വെൻ യു ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് യുവർ സിസ്റ്റം? ഈ സിസ്റ്റം ആദ്യമായിട്ട് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആളുകളുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? വാട്ട് മെസ്സേജ് വുഡ് യു ഗിവ് ടു യങ് പീപ്പിൾ ഫേസിങ് ഒബ്സ്റ്റക്കിൾസ് ടുഡേ? എന്തെങ്കിലുമൊക്കെ വെല്ലുവിളികൾ അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ നേരിടുന്ന ആളുകളോട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് യങ് പീപ്പിളിന് കൊടുക്കാനുള്ളത് എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി സെവൻത് ആക്ടിവിറ്റി ആണ്. അതിൽ എ ആണ്, ലുക്ക് അറ്റ് ദ ഇൻവെൻഷൻ കാർഡ് ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡീറ്റെയിൽസ്. താഴെ ഒരു ഇൻവിറ്റേഷൻ കാർഡാണുള്ളത്, അതിലെ ഡീറ്റെയിൽസ് നോക്കുക, എന്നിട്ട് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ലൂയിസ് ബ്രെയിൽസ് ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ, കം ജോയിൻ ആസ് ഫോർ ദ ഇവൻറ്റ്. എന്താണ്? നമ്മുടെ ലൂയിസ് ബ്രെയിൽസിൻ്റെ ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ വരിക, സെലിബ്രേറ്റ് ജോയിൻ ചെയ്യുക. 6 PM January 4, 2024, Royal School for the Blind, Paris.
ഫോർമൽ വിയർ സജസ്റ്റഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. ഇനി അവിടെ ഇവന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ലൂയിസ് ബ്രെയിൽസ് ബർത്ത്ഡേ ആനിവേഴ്സറി സെലിബ്രേഷൻ. ഡേറ്റ് എന്താണ്? January 4th 2024. ടൈം 6 PM. വെന്യൂ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് പാരീസ്. സ്പെഷ്യൽ നോട്ട് എന്താണ്? ജോയിൻ ആസ് ഹോണറിങ് ദ ലെഗസി ഓഫ് ലൂയിസ് ബ്രെയിൽസ് സിസ്റ്റം വിത്ത് ഇൻസ്പയറിംഗ് പെർഫോമൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം, യുവർ സ്കൂൾ ഈസ് അറേഞ്ചിങ് എ പ്രോഗ്രാം ടു ഒബ്സർവ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ദ ഫേമസ് സയൻറ്റിസ്റ്റ് ഡോക്ടർ CV രാമൻ. അപ്പോൾ ഡോക്ടർ CV രാമൻ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റിൻ്റെ ബർത്ത് ആനിവേഴ്സറി നിങ്ങളെ സ്കൂൾ ആഘോഷിക്കുകയാണ്. പ്രിപ്പയർ ഇൻവിറ്റേഷൻ കാർഡ് ടു ഇൻഫോം ദ പബ്ലിക് അബൌട്ട് ദ ഇവൻറ്റ്. അപ്പോൾ ഈ ഇവൻറ്റിനെ കുറിച്ചിട്ട് പബ്ലിക്കിന് അവയർനെസ് അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് നമ്മൾ തയ്യാറാക്കണം, ഇത് അറിയിച്ചുകൊണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി പറ്റും? നമുക്ക് ഇതേപോലെ തന്നെ എഴുതാം. ഡോക്ടർ CV രാമൻസ് ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ, ജോയിൻ വിത്ത് us ഫോർ ദ ഇവൻറ്റ്. ഓക്കെ, ദെൻ എന്ത് കൊടുക്കാം? നെക്സ്റ്റ് അതിന് താഴെയായിട്ട് കൊടുക്കാം 6 PM October 14th 2025. എവിടെയാണ് സ്പേസ് എവിടെ കൊടുക്കുക? നിങ്ങളുടെ സ്കൂളാണ് അല്ലേ. അപ്പോൾ വെന്യൂ ഗവൺമെൻറ് UP സ്കൂൾ പാലക്കാട് എന്ന് കൊടുക്കാം. ദെൻ അതിനുശേഷം എന്ത് എഴുതാം നമുക്ക്? ഇവൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ബർത്ത് ആനിവേഴ്സറി. ഡേറ്റ് കൊടുക്കാം October 14th 2024. ടൈം 4 PM. വെന്യൂ ഗവൺമെൻറ് UP സ്കൂൾ പാലക്കാട്. സ്പെഷ്യൽ നോട്ട്, ജോയിൻ വിത്ത് us ഓൺ ദ ഒക്കേഷൻ ഓഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഓഫ് ഇന്ത്യാസ് നോബൽ ലിറ്ററേറ്റ് വിത്ത് സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ആൻഡ് ഇൻറ്ററാക്റ്റീവ് സയൻസ് ഡിസ്പ്ലേസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങളൊരു ഇൻവിറ്റേഷൻ തയ്യാറാക്കാൻ. ഇതോടുകൂടിയിട്ട് ഈ ഒരു പാഠത്തിലെ ആക്ടിവിറ്റീസ് കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹലോ ആം എ വീൽ ചെയർ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.